നമസ്കാരം. ഈ മണിക്കൂറിലെ 3 പ്രധാന വാർത്തകളുമായി സ്പോർട്ട് ലൈവിലേക്ക്. ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാണാത്ത സംഭവങ്ങളാണ് കേരളം കണ്ടത്. ഇതുവരെ കേൾക്കാത്ത പ്രതികരണങ്ങളാണ് കേരളം കേട്ടത്. ഒരുപാട് ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, വിവാദ പ്രസ്താവനകൾ, അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നിലപാടുകളൊക്കെ കേരളം കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ നടൻ കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിക്കെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലെടുത്ത കേസിലായിരുന്നു മുൻകൂർ ജാമ്യം തേടി കൊല്ലം തുളസി ഹൈക്കോടതിയെ സമീപിച്ചത്. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനാണ് പോലീസ് കേസെടുത്തത്. പ്രസംഗത്തിൽ കൊല്ലം തുളസി വിധി പ്രസ്താവിച്ച ജഡ്ജിമാരെയും വിമർശിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാകാൻ ഹൈക്കോടതി കൊല്ലം തുളസിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കൊല്ലം ചവറയിൽ നടന്ന വിശ്വാസ സംരക്ഷണ ജാഥയുടെ പ്രസംഗത്തിലായിരുന്നു ശബരിമലയിലേക്ക് പോകുന്ന യുവതികളെ രണ്ടായി കീറണമെന്ന് കൊല്ലം തുളസി പ്രസംഗിച്ചത്. വിധി പ്രസ്താവിച്ച ജഡ്ജിമാർ ശുംഭന്മാരാണെന്നും അന്ന് കൊല്ലം തുളസിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ചവറ പോലീസ് കേസെടുത്തത്. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി നാളെ ശബരിമല സന്ദർശിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാന വാർത്ത. മകരവിളക്ക് ഉത്സവത്തിന്റെ ക്രമീകരണങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് കൂടിയാണ് സംഘം നേരിട്ട് സന്ദർശനം നടത്തുന്നതിന്. ഇതിനുശേഷം വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മകരവിളക്ക് ഉത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഹൈക്കോടതി നിരീക്ഷക സമിതി നാളെ ശബരിമലയിൽ എത്തുന്നത്. ആദ്യം നിലയ്ക്കലിലെത്തുന്ന സംഘം ഇവിടെ പരിശോധനകൾ നടത്തും. തുടർന്ന് പമ്പയിലും സന്നിധാനത്തും സമിതി നേരിട്ടെത്തി ക്രമീകരണങ്ങൾ മനസ്സിലാക്കും. എവിടെയൊക്കെ തീർത്ഥാടകർക്ക് മകരവിളക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡുമായും വിവിധ വകുപ്പുകളുമായും സമിതി ചർച്ച നടത്തുന്നുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത സേവ് ആലപ്പാടിന് പിന്തുണ ഏറുന്നു എന്നുള്ളതാണ്. കൊല്ലം ആലപ്പാട് പഞ്ചായത്തിലെ കരിമണൽ ഖനനത്തിനെതിരെ സമരം ഓരോ ദിവസം കഴിയുന്തോറും ശക്തമാവുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരത്തിനൊപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയും ഖനനത്തിനെതിരെ വലിയ പ്രചാരണം നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. ആ തീരുമാനങ്ങൾ ഫലം കാണുകയാണ്. അയ്യാറിയുടെ കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പാട്ടുകാർ കഴിഞ്ഞ 70 ദിവസമായി സമരത്തിലാണ്. അരനൂറ്റാണ്ടിലധികമായി തുടരുന്ന ഖനനം ഒരു ഭൂപ്രദേശത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഘട്ടത്തിലാണ് നാട് ഒന്നിച്ച് സമരരംഗത്ത് എത്തിയിരിക്കുന്നത്. കരിമണൽ ഖനനം ആലപ്പാടിനെ മാത്രമല്ല കേരളത്തിന്റെ പരിസ്ഥിതിയെ ആകെ ബാധിക്കുമെന്നും റിലേ നിരാഹാര സമരം ആരംഭിച്ചിട്ട് 70 ദിവസം കഴിഞ്ഞിട്ടും ജനപ്രതിനിധികളാരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്നും സമരസമിതി ആരോപിക്കുകയാണ്. പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ സമരം ഇനിയും ശക്തമാകും. സേവ് ആലപ്പാട്ട്, സ്റ്റോപ്പ് മൈനിങ് എന്നീ ഹാഷ്ടാഗുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായാണ് ആലപ്പാടിന്റെ ദുരിതം ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. ട്രോൾ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഈ വിഷയം സജീവമായി ഏറ്റെടുത്തതോടെ ഒരു പ്രാദേശിക സമരം അതെല്ലാം കടന്ന് സംസ്ഥാന തലത്തിൽ, ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. പ്രളയകാലത്ത് രക്ഷകരായ മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പ് തന്നെയാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഗൗരവമായി കാണണം. 60 വർഷമായി തുടരുന്ന ഖനനം ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയത്. ആ ഒരു സാഹചര്യം മാറേണ്ട സമയമായിരിക്കുന്നു. സ്വന്തം മണ്ണിനെ സംരക്ഷിക്കാൻ ഒരു ജനത നടത്തുന്ന സഹന സമരം, നിരാഹാര സമരം, അതിന്റെ പരിധികൾ ലംഘിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ എല്ലാ ഇടപെടലുകളും സമൂഹത്തിന്റെ എല്ലാ കോണിൽ നിന്നുണ്ടാകണം. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ കാണണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ആലപ്പാടിന്റെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ. ഏതായാലും 14-ന് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് നിരീക്ഷക സമിതി ഇതാണ് സന്ദർശനം നടത്തുന്നത്. അതോടൊപ്പം ആലപ്പാടിന്റെ സമരം കൂടുതൽ ജനപിന്തുണ നേടുന്നു. ഈ 2 വാർത്തകളും വരും മണിക്കൂറുകളിലും കൂടുതൽ ചർച്ചയാകും. വീണ്ടും മടങ്ങി വരാം.